ബീഫ് കറിക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചിയും, സവോളയും, മുളകും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ബീഫ് നുറുക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് മസാല കൂട്ടാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് എല്ലാ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് വഴട്ടാം. ഇതൊരു സ്പെഷ്യൽ ബീഫ് കറിയാണ്. നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇനി മസാല നമുക്ക് കൂട്ടാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാല, മുളക് പൊടി, സവോള എല്ലാം നന്നായിട്ട് വറുത്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ബീഫ് വറുത്ത മസാലയ്ക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതെല്ലാം ഒന്ന് യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബീഫ് കറി ആയതുകൊണ്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടി. ഇപ്പം നമുക്കിവിടെ ദുബായിൽ ഫ്രോസൺ ബീഫ് കിട്ടുന്നത് നമുക്കിനി ഒരു 13 വിസിലടിച്ചാലേ ഇത് വേവുള്ളൂ. നമുക്ക് അടച്ചു വെച്ച് ഒരു 13 വിസിൽ അടിക്കുന്നതിന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബീഫ് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. തേങ്ങക്കൊത്തും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ നന്നായിട്ട് വറുത്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തേങ്ങക്കൊത്ത് വറുത്തതും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ വറുത്ത് എൻ്റെ ഇറച്ചിക്കകത്തേക്ക് ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം വേണ്ടവർക്ക് ഇനി വെള്ളം ഒഴിക്കാം. വെള്ളം കുറയ്ക്കണവർക്ക് ഇനി ചെറിയ ചൂടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല വറ്റി കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. അങ്ങനെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇങ്ങനെയാണ് അടിപൊളിയായിട്ടൊരു ബീഫ് കറി ഉണ്ടാക്കുന്നത്.